നമസ്കാരം. കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോ. നമ്മൾ മറഞ്ഞിരിക്കാൻ ഉപയോഗിക്കുന്ന മറ സമയം തുടച്ചു നീക്കും. വിവാഹേതര ബന്ധങ്ങൾ, പിതൃത്വങ്ങൾ, ചതികൾ, കൊലപാതകങ്ങൾ തുടങ്ങി മറച്ചു വയ്ക്കപ്പെടുന്ന മറകൾ കാലം തുറന്നു കാട്ടുന്നു. കാലത്തിൻ്റെ മുമ്പിൽ പാസ്വേഡുകളിലൂടെയും കോഡുകളിലൂടെയും ഡിലിറ്റുകളിലൂടെയും മറച്ചു വയ്ക്കപ്പെടുന്നവ അനാവരണം ചെയ്യപ്പെടുന്നു. ഹിറ്റ്ലറിൻ്റെ കൊടും ക്രൂരത മുതൽ അടുത്ത വീട്ടിലെ അവിഹിതങ്ങൾ വരെ തുറന്നു കാട്ടപ്പെട്ട ചരിത്രത്തിലുണ്ട്. സൂര്യൻ ഇരുട്ടിൻ്റെ മറവ് മാറ്റുന്നത് പോലെ മനസാക്ഷിയും വിവേകവും മനസ്സിലെ ഇരുട്ടും മാറ്റുന്നു. നിങ്ങൾ എന്ന യാഥാർത്ഥ്യവും നിങ്ങൾ ചെയ്ത തെറ്റും മറച്ചുവയ്ക്കാനുള്ള തീഷ്ണത സമയം കടന്നു പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നിങ്ങളെ തുറന്നു കാണിക്കുന്നു. സമയം നിങ്ങളുടെ മറയെ നിങ്ങൾക്ക് മുന്നേ ജീർണതയ്ക്ക് വിധേയമാക്കപ്പെടുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യ നിങ്ങളുടെ വിദ്യയെ കവച്ചിക്കപ്പെട്ടാൽ, മറയ്ക്കുള്ളിൽ നിങ്ങൾ ശ്വാസം മുട്ടിത്തുടങ്ങിയാൽ നിങ്ങൾ പതിയെ വെളിപ്പെടുത്തപ്പെടുന്നതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട നിമിഷം. നിങ്ങൾ ഒരു വൃത്തികെട്ടവനും നാണമില്ലാത്തവനും വിലയില്ലാത്തവനുമാണ് എന്ന് മറ്റുള്ളവർ അറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്ന നിമിഷമാണ് നിങ്ങളുടെ തൊലി ഉരിഞ്ഞു പോകുന്ന അവസ്ഥ. നിങ്ങളുടെ മോശമായ അവസ്ഥ അത് എത്ര മോശമായാലും മറ്റുള്ളവർ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നു. പക്ഷേ മറ്റുള്ളവർ അറിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരിക്കലും പൊങ്ങി വരാൻ സാധിക്കും. മനസ്സിലുള്ള വികാരത്തിനും വിചാരത്തിനും മനസ്സ് തന്നെ ഒരു മറയാണ്. അത് പ്രകൃതിദത്തമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള മാനസിക പ്രക്രിയയാണ്. പക്ഷേ ആ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളായി പദ്ധതികളാകുമ്പോഴാണ് മനസ്സിന് പുറത്തേക്ക് ആ മറ നീങ്ങുന്നത്. വിവാഹേതര ബന്ധത്തിൽ ജനിച്ച കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായിരിക്കാം, സ്വത്തുക്കൾ കൈവശമാക്കാൻ ആരെയെങ്കിലും ഇല്ലായ്മ ചെയ്യുന്നതിന് ആയിരിക്കാം, താൻ മറഞ്ഞിരിക്കുന്ന മറയെക്കുറിച്ച് അറിവുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്നതിനായിരിക്കാം. അങ്ങനെ ഒട്ടനവധി സാർത്ഥതയാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. തൻ്റെ സുഖം, തൻ്റെ ആഗ്രഹം, സാർത്ഥ താല്പര്യങ്ങളെ പോഷിപ്പിക്കാത്തതോടെ ഉള്ള സമാധാന ജീവിതം സാധ്യമാണ്. നന്ദി. മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ. നന്ദി. Please share and subscribe this YouTube channel. Thank you.